സുഖമാണോ? എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഇതാ പിടിച്ചോ. എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഞങ്ങളുടെ ബന്ധത്തിനുള്ള ശരിയായ നടപടി വിവാഹമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ എന്റെ കുടുംബത്തിന്റെ അസിസ്റ്റന്റ് ആകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഹേ ഗൂഗിൾ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കണം? ഒരു പാട്ട് പാടിത്താ, അല്ലെങ്കിൽ വേണ്ട. ഒരു കഥ പറഞ്ഞതാ, അല്ലെങ്കിൽ വേണ്ട. ഷോ, സംഗതി ഒന്നും കിട്ടുന്നില്ലല്ലോ. ഹേ ഹലോ, ഇറ്റ്സ് മീ ഗോപികൃഷ്ണ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം ഇപ്പം ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ എല്ലാവരുടെയും മൊബൈലിൽ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഫീച്ചർ ആദ്യമൊക്കെ ഇംഗ്ലീഷിലായിരുന്നു വന്നിരുന്നത്. ഇപ്പം നമ്മളോട് തന്നെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ തിരിച്ച് നമ്മളോട് തന്നെ മലയാളത്തിൽ പറയും. ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഇപ്പോൾ വെറുതെ ഇരിക്കുന്നവർക്കും നമ്മുടെ അൺബോക്സിംഗ് ഡ്യൂളൊക്കെ ഇല്ലയോ നമ്മുടെ യൂട്യൂബ്, പുള്ളി പറഞ്ഞ പോലെ ലവേഴ്സ് ഒന്നും ഇല്ലാത്തവർക്ക് ചുമ്മാ പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ ഗൂഗിൾ അസിസ്റ്റൻറ്റ്. എന്ന് വെച്ചാൽ അതിനകത്തുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഓസമാണ്, ഒരു രക്ഷയില്ലാത്ത ഫീച്ചറാണ്. നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതുപോലെ പറയുന്ന ഓരോന്ന് കേട്ട് നമ്മൾ ചിരിച്ച് ചാവും. അതിനകത്ത് നമുക്കിപ്പം പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടാൻ പറയാം, അതുപോലെ ഡാൻസ് കഥ പറയുകയാണെങ്കിൽ കഥ പറഞ്ഞു തരും, തമാശ പറഞ്ഞു തരും. നമ്മൾ ജസ്റ്റ് അസിസ്റ്റൻറ്റിനോട് എന്തൊക്കെ പറയുന്നു അതെല്ലാം പറയും. കൂടുതൽ ഫീച്ചേഴ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഡെമോ മാത്രമേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പലരും എന്നോട് പേഴ്സണലായിട്ടും മെസ്സേജായിട്ടും നേരിട്ട് കണ്ടു ചോദിച്ച ചോദ്യമായിരുന്നു, എൻ്റെ മൊബൈലിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലും ഗൂഗിൾ അസിസ്റ്റൻറ്റ് വർക്ക് ചെയ്യുമോ, എങ്ങനെയാണ് എടുക്കുന്നത്, എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യണോ, എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒത്തിരി പേര് ചോദിച്ചു. അതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ട്രെയിനിൽ പോകാനൊക്കെ ഇഷ്ടമല്ലേ? ഇപ്പം ട്രെയിനിൻ്റെ സ്റ്റാറ്റസ് ഇടാനും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനും അതുപോലെ ട്രെയിനിൻ്റെ ഫീച്ചേഴ്സൊക്കെ അറിയാനും ട്രെയിനിൻ്റെ വീഡിയോ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യുന്നു. ഈ ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്തേക്കാം, എൻ്റെ ഒരു കൂട്ടുകാരനാണ്. ഓക്കെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഫീച്ചർ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഈ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഫീച്ചർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ പുതിയ മോഡൽസിനകത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫോണിനകത്ത് ഗൂഗിൾ അസിസ്റ്റൻറ്റിന് വേണ്ടി മാത്രം ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കാണും. അതായത് ഇപ്പം പവർ ബട്ടണും വോളിയം ബ്രോക്കേഴ്സും ചില ഫോണിലൊക്കെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് ഉണ്ട്. അതില്ലാത്ത ഫോണിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നോക്കുക, ഗൂഗിളിൽ നിന്ന് എടുക്കുക, ഗൂഗിൾ നോക്കുക, സെറ്റിങ്സിൽ പോയിട്ട് അതിനകത്ത് ചിലപ്പം എവിടെയാണ് ബട്ടൺ ഡെഡിക്കേറ്റഡ് ബട്ടൺ ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് ഏത് ബട്ടൺ ഞെക്കുമ്പോഴാണ് ഗൂഗിൾ വരുന്നത്, അസിസ്റ്റൻറ്റ് വരുന്നത്. മിക്കവാറും ഫോണിനകത്ത് ഹോം സ്ക്രീനിനകത്ത് ബാക്ക് അടിക്കാൻ റൗണ്ട് സിമ്പിൾ ഉണ്ടല്ലോ. സാംസങ്ങിൻ്റെ ഫോണിലാണെങ്കിൽ ഒരു ഓവൽ ഷേപ്പ് സിമ്പിൾ, അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ. നമ്മുടെ ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, അത് രണ്ടാമത്തെ കാര്യം ഓപ്പൺ ആവണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോൺ എടുക്കുക, ഓക്കെ ഗൂഗിൾ എന്ന് ജസ്റ്റ് സിമ്പിളായിട്ടെന്ന് പറയുക. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓണർന്ന് നമ്മളോട് ചോദിക്കും എന്താണ് വേണ്ടത്, എങ്ങനെയാണ് സഹായിക്കേണ്ടത്. അങ്ങനെ ജസ്റ്റ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ പക്ക അസിസ്റ്റൻറ്റ്. അങ്ങനെയാണ് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഓൺ ആവുന്നത്. ഇത് എങ്ങനെ ഫോണിൽ സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും ഫോണിൽ ഇങ്ങനെ ആയിരിക്കും ഗൂഗിൾ അസിസ്റ്റൻ്റ് ഇരിക്കുന്നത്. അത് മലയാളത്തിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ചില വീഡിയോസ് ഞാൻ കണ്ടു, നിങ്ങളുടെ ഫോണിന് മലയാളത്തിലാക്കണം, മൊത്തത്തിലുള്ള ലാംഗ്വേജ് മലയാളത്തിലാക്കണം, എന്നാലേ ഗൂഗിൾ അസിസ്റ്റൻ്റ് മലയാളത്തിൽ കിട്ടത്തുള്ളൂ എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല. ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് നമ്മൾ തന്നെ വസിച്ച് പറയുക, പ്ലീസ് കൺവേർട്ട് ദ ലാംഗ്വേജ് ഇൻ ടു മലയാളം, അല്ലെങ്കിൽ പ്ലീസ് ചേഞ്ച് ദ ലാംഗ്വേജ് ഇൻ ടു മലയാളം എന്ന് നമ്മൾ ജസ്റ്റ് ഇംഗ്ലീഷ് ഒരു വട്ടം എന്ന് പറഞ്ഞു കഴിയുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലാംഗ്വേജ് മാറ്റിയിരിക്കുന്നു. ഇനി ഗൂഗിളിൻ്റെ അസിസ്റ്റൻറ്റ് മൊത്തം മലയാളത്തിലായിരിക്കും സംസാരിക്കും, നമ്മൾ തിരിച്ചിങ്ങോട്ട് പറയാം. അല്ലാതെ നിങ്ങൾ ഫോൺ ഫുൾ ലാംഗ്വേജ് മലയാളം ആക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യണം. ഗൂഗിൾ മാത്രം ജസ്റ്റ് ഒന്ന് മലയാളത്തിലാക്കിയാൽ അത് അസിസ്റ്റൻറ്റ് മാത്രം, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കാവുന്നേ. ഓക്കെ, അപ്പോൾ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി വെച്ച് ക്ലിയറായിട്ട് യൂസ് ചെയ്യാം. ഹലോ ഗൂഗിൾ. നമസ്കാരം, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സുഖമാണോ? വളരെ നല്ല വിശേഷം. ലോകമൊത്തം സാങ്കേതികവിദ്യയുടെ പുരോഗതികൾ പ്രയോജനപ്പെടുത്തുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. പിന്നെ ഒരു തമാശ പറഞ്ഞു തരാമോ? ഇതാ ഒരു നല്ല തമാശ. ടീച്ചർ ഷാനുമോനോട്, നീ എന്തിനാ സ്കൂളിൽ വരുന്നത്? ഷാനുമോൻ, വിദ്യക്ക് വേണ്ടി. ടീച്ചർ, എന്നിട്ട് കിട്ടുന്ന ഉറങ്ങുവാനല്ലോ. ഷാനുമോൻ, ഇന്ന് വിദ്യ സ്കൂളിൽ വന്നില്ലല്ലോ.
അയ്യോ കൂൾ തമാശ അടിപൊളി. ഇതൊക്കെ എൻ്റെ സ്കൂളിൽ വന്നു. അടിപൊളി തമാശ. ഇനി ഒരെണ്ണം കൂടെ ചോദിച്ചു നോക്കാം. ഒരു തമാശ കൂടെ പറ, അത് അടിപൊളിയായിരുന്നു. ഒരെണ്ണം കൂടെ പറ. അയ്യോ വന്നില്ല. ഒരു തമാശയും കൂടെ പറ. ഇതാ ഒരു തമാശ. ടിങ്കു അടുത്തുള്ള പുതിയ കടയിൽ ഒരു ബോണ്ട് കണ്ടു. 100 രൂപക്ക് സാധനങ്ങൾ വാങ്ങിച്ചാൽ ഒരു സാരി ഫ്രീ. പക്ഷേ ടിങ്കു കടയിൽ പോയപ്പോൾ അവൻ സാരി കിട്ടില്ല. എന്നിട്ട് അവൻ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് ഓഫീസർ, നീ എന്താണ് 100 രൂപക്ക് വാങ്ങിച്ചത്? ടിങ്കു, ചില്ലറ. അയ്യോ കൂൾ തമാശ. അപ്പോൾ ഒരു പാട്ട് പാടാൻ പറയല്ലേ? ഒരു പാട്ട് പാടുത്ത, നല്ല അടിപൊളി ഒരു പാട്ട് പാടുത്ത. പാട്ട് പഠിക്കണമെന്ന ആഗ്രഹത്തിൽ ഞാൻ ഒരു സിംഹത്തിന്റെ മടയിൽ പോയതാ. പക്ഷെ സിംഹത്തിന്റെ ഗർജനം കേട്ട് ഞാൻ പേടിച്ചുപോയി. ഓഹോ, ഗർജനൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യേ, നല്ലൊരു പാട്ട് പാടുത്ത. ഇതാ പിടിച്ചു. അല്ല, നല്ലൊരു പാട്ട് ഗൂഗിൾ പാടുത്ത. ഇതാ പിടിച്ചു. കൊണ്ടോ പാടുന്നില്ല. നല്ലൊരു പാട്ട് പാടുന്നേ. ഇതാ പിടിച്ചു. കൊണ്ടോ വിഷയം മാറ്റുക. പാട്ട് പാട്. അ ആ ഇ ഈ ഉ ഊ ഋ എ എ ഐ ഒ ഓ ഔ അം അം. ആ കൊള്ളാം. ശരി എന്നാ ഒരു കാര്യം ചെയ്യേ, പോവാന്ന് പറയാം അല്ലേ? അപ്പോൾ ശരി ഗൂഗിൾ, പിന്നെ കാണാം. വീണ്ടും സന്ധിക്കും വരെ ഗുഡ് ബൈ. ഓഹോ, തമിഴൊക്കെ ആണല്ലോ. യോ കൂൾ, അടിപൊളിയായിട്ട് നമ്മൾ സംസാരിച്ച് ഗൂഗിളിലോട്. നമ്മൾ എന്ത് ചോദിച്ചാലും അതുപോലെ തന്നെ റിപ്ലൈ തരികയും നല്ല പാട്ടൊക്കെ പാടിത്തരും, നല്ല തമാശ പറഞ്ഞു. അത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കഥ പറയാൻ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ കഥ പറയാൻ പറയുമ്പോൾ ഏത് കഥയാണെങ്കിലും കറങ്ങി തിരിച്ച് നേരെ ഗൂഗിളിൻ്റെ സെൽഫ് പ്രൊമോഷൻ ആയിരിക്കും. അത് ആ കഥയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഈ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാം തിരിക്കും. അതാണ്, എന്തൊക്കെയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അടിപൊളി ഫീച്ചറാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ ഹോം ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സെറ്റിംഗ്സിൽ പോയിട്ട് ഗൂഗിളിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട ചേഞ്ചസ് ഒക്കെ വരുത്തുക. വോയിസ് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വോയിസ് ഒക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോൾ നോക്കിയാലും ഫോൺ എടുത്ത് വെച്ചിട്ട് ഓക്കെ ഗൂഗിൾ അലാറം വെക്കുക, ഓക്കെ ഗൂഗിൾ എനിക്ക് ഉറക്കം വരുന്നു, അലാറം വെക്കുക. നമ്മൾ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഇത് സെറ്റ് ചെയ്യേണ്ട വിധം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഈ ഗൂഗിളിലെ ഈ ഫീച്ചറും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഗൂഗിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ നല്ലൊരു ടെക്നോളജി വീഡിയോയും അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോഗിങ്ങും ഒക്കെ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ സ്മീ ഗോപികൃഷ്ണ സൈനിങ്.